Hello everyone, it's me Faiz from AIMS Nagpur. So today we are gonna start a new chapter number 10, thermal properties of matter. Okay, chapter number 10, thermal properties of matter. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, about temperature and heat. About temperature and heat. ഓക്കെ, സോ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ, ഹീറ്റ്, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ നോക്കണം. ലൈക്ക് ഹൗ ഡു യു മെഷർ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ, ആദ്യം ടെമ്പറേച്ചർ എന്താന്ന് പഠിക്കും, പിന്നെ നമ്മൾ ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യുന്നു നോക്കുന്നു. ഓക്കെ, so see, simple ആണ്. What is temperature and heat? It is given here. What is heat? See, heat is the form of energy transferred between two or more systems or a system and its surroundings by virtue of temperature difference. ഇപ്പൊ എന്താണ് ഹീറ്റ്? Yes, heat is the form of energy. Heat is the form of energy transferred between ടു ഓർ മോർ സിസ്റ്റം. രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റവും അതിന്റെ സറൗണ്ടിങ് തമ്മിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് എന്ത്? ഹീറ്റ്. ആ എന്ത്? ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആവുമ്പോൾ ആ ഒരു ഹീറ്റ്, ആ ഒരു എനർജി ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആ ഒരു എനർജി ട്രാൻസ്ഫർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ടെമ്പറേച്ചർ? Yeah, temperature is simple. Temperature is actually measure of hotness or coldness. That is temperature. So, what is temperature? What is temperature? Temperature is simple. Temperature is a measure of temperature. We can say temperature is measure of hotness and coldness. ഓക്കെ, മെഷർ ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് അല്ലെ. ഇത് എത്ര ഹോട്ട് ആണ്, ഇത് എത്ര കോൾഡ് ആണ്, അത് മെഷർ ചെയ്യുന്ന മെഷർ ചെയ്യുന്നതാണ് എന്ത്? ആക്ച്വലി ആ ഒരു മെഷർമെന്റ് ആണ് ആക്ച്വലി എന്ത്? ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ്, വി ഓൾ നോ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറ്? കെൽവിൻ, K വെച്ചിട്ട്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് കെൽവിൻ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാക്ടിക്കൽ പർപ്പസിൽ നമുക്ക് ഏതൊക്കെ യൂണിറ്റ് അവൈലബിൾ ആണ്? യെസ്, ഡിഗ്രി സെൽഷ്യസ് അവൈലബിൾ ആണ്, പിന്നെയോ ഡിഗ്രി ഫാരൻഹീറ്റും അവൈലബിൾ ആണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ ഈസ് മെഷർ ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് ആൻഡ് SI യൂണിറ്റ് ഈസ് കെൽവിൻ. ആൻഡ് പ്രാക്ടിക്കൽ പർപ്പസ് നമുക്ക് സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. So that is simple. നമ്മൾ എന്താണ് ഹീറ്റ് എന്ന് പഠിച്ചു. ഹീറ്റ് is the energy transferred between two or more systems or a system and its surrounding by virtue of temperature difference. Okay, ഇനി ഇപ്പൊ ഹീറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സോ ഹീറ്റിന്റെ യൂണിറ്റ് സിമ്പിൾ ആണ്. ഹീറ്റ് ഈസ് എനർജി ട്രാൻസ്ഫേർഡ് ആണ്. സോ ഹീറ്റിന്റെ SI യൂണിറ്റ് എനർജിയുടെ യൂണിറ്റ് തന്നെ. അപ്പൊ ഏതായിരിക്കും? ജൂൾ. ഓക്കെ, ഈസി. യെസ്, സോ നമ്മൾ എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ കണ്ടു, ഹീറ്റ് കണ്ടു. അടുത്തത് നമുക്ക് എങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നോക്കാം. എങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു? ഹൗ ഡു വി മെഷർ ടെമ്പറേച്ചർ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ റിലേഷനിലേക്ക് എത്താം. സി, ദ പ്രോപ്പർ റിലേഷൻ ഈസ് ഫോർ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ്, വാട്ട് ഈസ് ദ റിലേഷൻ? സി, for measurement of temperature, we can say, see, next is what? Measurement of temperature. Measurement of temperature അല്ലേ. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട്. കെൽവിൻ സ്കെയിൽ ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്, സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്. സോ ഈ 3 സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്ലബ് ചെയ്തിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. സോ നമുക്ക് നമ്മൾ ഏത് കാര്യത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ടെമ്പറേച്ചർ സ്കെയിൽ. എന്താണ് ടെമ്പറേച്ചർ സ്കെയിൽ അല്ലേ? നമുക്ക് ഡിഫറെന്റ് ഫോംസിൽ ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്. കെൽവിൻ, ഫാരൻഹീറ്റ് ഒക്കെ എക്സെട്ര. ഈ കമ്പയർ
സപ്പോസ് എടുക്കാണ് സി. സെൽഷ്യസ് ഞാൻ കൊടുത്തു സി ലെറ്റർ കൊടുത്തു. ആൻഡ് ഫാരൻഹീറ്റ് ഞാൻ എന്ത് കൊടുക്കാണ്? ഫാരൻഹീറ്റിന് ഞാൻ കൊടുത്തു ക്യാപിറ്റൽ F ആൻഡ് കെൽവിന് കൊടുത്തു ക്യാപിറ്റൽ K. ഇത് മൂന്നും തമ്മിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം? സി വി ഹാവ് ഇക്വേഷൻ ദാറ്റ് ഈസ് C/5 equal to F minus 32 divided by 9 which is equal to K minus 273 divided by 5. സോ നമുക്ക് ഏതെങ്കിലും ഒരു സ്കെയിലുള്ള ടെമ്പറേച്ചർ അറിയാമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഫോമുല, ഇപ്പൊ സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ സ്കെയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് അറിയാമെങ്കിൽ അത് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറ്റും. വൈസ് ലൈക്ക് ഫാരൻഹീറ്റ് അറിയാണെങ്കിൽ കെൽവിനിൽ മാറ്റാൻ പറ്റും. ഓക്കെ, സോ C/5 equal to F minus 32 divided by 9 is equal to K minus 273 divided by 5. So actually ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? വി ഹാവ് എ ജനറൽ ഫോർമുല. ഒരു ജനറൽ ഫോർമുല എന്താണ് നോക്കിക്കോ. ജനറൽ ഫോർമുല വി ഹാവ് ഈസ് സി. ജനറൽ ഫോർമുല എന്താണ് നോക്കിക്കോ സി. ഓക്കെ, ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. റീഡിങ് ഓൺ എനി സ്കെയിൽ, ഏത് സ്കെയിൽ എടുത്താലും അതിൽ റീഡിങ് ആദ്യം അത് മൈനസ് ആ സ്കെയിലിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റും ഒരു ലോവർ ഫിക്സ്ഡ് പോയിന്റും കാണും, ഒരു അപ്പർ ഫിക്സ്ഡ് പോയിന്റും കാണും. ആ സ്കെയിലിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ ആ സ്കെയിൽ എന്ത് അപ്പർ ഫിക്സ്ഡ് പോയിന്റ്. ആ സ്കെയിലിന്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്. കറക്റ്റ്. ആ സ്കെയിലിന്റെ തന്നെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് which is equal to a constant. ഈ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. സി, റീഡിങ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ ഡിഗ്രി സി സെൽഷ്യസ് സ്കെയിൽ എടുത്തോ. സെൽഷ്യസ് സ്കെയില്. സോ നമ്മൾ സെൽഷ്യസ് സ്കെയിൽ എടുത്താല് സപ്പോസ് റീഡിങ് ഓൺ സെൽഷ്യസ് സ്കെയിൽ ഞാൻ എടുക്കാണ് സി ഡിവൈഡഡ് ബൈ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്. സെൽഷ്യസ് സ്കെയിലിൽ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്താ? 0. അപ്പർ ഫിക്സ്ഡ് പോയിന്റോ 100. കറക്റ്റ് അല്ലേ? ലോവർ ഫിക്സ്ഡ് point is again 0. So that will be a constant. So we can equate this equal to. ഇനി അടുത്ത ഫാരൻഹീറ്റിൽ എടുക്കാണ്. ഫാരൻഹീറ്റിലെ എനി റീഡിങ് മൈനസ് ഫാരൻഹീറ്റിലെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഏതാ? 32. അതേപോലെ ഫാരൻഹീറ്റിൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഏതാ? 212 മൈനസ് 32 is equal to. ഇനി കെൽവിനിൽ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഏതാ? 273. കറക്റ്റ് അല്ലേ? കെൽവിനിൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഏതാ? 373. ഇതിനാണ് നമ്മൾ ബേസിക്കലി ഇക്വേഷൻ ഉണ്ടാക്കിയത്. സോ നമുക്ക് ഇതൊന്നുകൂടി എന്ത് ചെയ്യണം? ഇതൊന്നുകൂടി നമുക്ക് നമുക്ക് C ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു F minus 32 divided by 212 minus 32. എത്ര വരുന്നത്? 212 minus 32 180 അല്ലടാ? കറക്റ്റ് അല്ലേ? 180 അല്ലേ? 180 which is equal to K minus 273 divided by 100. ഓക്കെ, ഇപ്പൊ ഇതിലെന്ത് കോമൺ ആണ്? എല്ലാത്തിലും ഞാൻ ഇതിനെ എല്ലാത്തിലും 10 കോമൺ അല്ലേ? 10 കോമൺ. എല്ലാത്തിലും 20. ഞാൻ 20 കൊണ്ട് എല്ലാ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? സോ മൾട്ടിപ്ലൈഡ് ഇൻറ്റു 20 C/5 F minus 32 divided by 9 which is equal to K minus 273 divided by 5. So this is the equation we have already. കറക്റ്റ് അല്ലേ? ഞാൻ എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് കാണിച്ചെന്നാണ്. സോ റീഡിങ് ഓൺ എനി സ്കെയിൽ മൈനസ് lower fixed point divided by upper fixed point minus lower fixed point should be a constant or will be a constant. So this is the general equation we have. C/5 which is equal to F minus 32 by 9 which is equal to K minus 273 by 5. ഓക്കെ, ക്ലിയർ അല്ലേ? സോ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ കഴിഞ്ഞല്ലോ. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ കണ്ട എൻസെർട്ടിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സി നോക്കിക്കോ.
കണ്ട ഫാരൻഹീറ്റ് സ്കെയിലിൽ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഇതാണ് 212. ആക്ച്വലി ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്തുകൂടി വിളിക്കാം, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് അല്ലേ അത്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഒരു സ്റ്റീം പോയിന്റ് അല്ലെ, അതായത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അത് തന്നെയാണ് ലോവർ ഫിക്സ്ഡ് പോയിന്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റും റെസ്പെക്റ്റീവ്ലി. സോ ഫാരൻഹീറ്റിൽ 32ഉം 212 ആണ്, സെൽഷ്യസിൽ 0ഉം 100ഉം ആണ് അല്ലേ. യെസ്. കെൽവിൻ സ്കെയിൽ 273ഉം 373ഉമാണ്. സോ വി സി നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എ പ്ലോട്ട് ഓഫ് ഫാരൻഹീറ്റ് വേഴ്സസ് സെൽഷ്യസ് ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഫാരൻഹീറ്റ് വേഴ്സസ് സെൽഷ്യസ് ടെമ്പറേച്ചർ, ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ വേഴ്സസ് സെൽഷ്യസ് ടെമ്പറേച്ചർ ഒരു ഗ്രാഫ് വരക്കണം. സോ ഗ്രാഫിന്റെ ജനറൽ ഇക്വേഷൻ എന്താടാ, ഗ്രാഫിന്റെ ജനറൽ ഇക്വേഷൻ y is equal to mx plus c. We all know that, correct? സോ ഇവിടെ y ആക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, y ആക്സിസിൽ നമുക്ക് ഫാരൻഹീറ്റ് കിട്ടണം. സോ y ആക്സിൽ നമുക്ക് ഫാരൻഹീറ്റ് കിട്ടണം, എക്സ് ആക്സിസിലോ നമുക്ക് സെൽഷ്യസ് കിട്ടണം. സോ സെൽഷ്യസും ഫാരൻഹീറ്റും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. ഇത് നമുക്ക് സെൽഷ്യസും ഫാരൻഹീറ്റും നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ, പറ്റും. സോ ഞാൻ ആ ഇക്വേഷനിങ് എടുക്കാണ്. സോ സി ഞാൻ ഈ ഒരു ഇക്വേഷനിങ് എടുക്കാണ്, നോക്കിക്കോ. സോ നമുക്ക് ഈ ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ, ഈ സി നമുക്ക് ഈ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ ഇക്വേഷൻ വെച്ച് കളിക്കാനി, നോക്കിക്കോ. യെസ്, ഓക്കെ. സോ എക്സ് ആക്സിസിൽ എന്ത് വേണം, സെൽഷ്യസ് വേണം. സോ ഇക്വേഷൻ വെച്ച് കളിക്കുകയാണെങ്കിൽ സോ y ആക്സിസിൽ ഫാരൻഹീറ്റ് അല്ലേ. സോ നമുക്ക് സോ ഫാരൻഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആക്കാം. സോ C/5 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 9 അല്ലേ. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിക്കൂടെ, C/5 into 9 ഈക്വൽ ടു F-32 അല്ലെങ്കിൽ F is equal to 9/5C plus 32. ഇങ്ങനൊരു ഈ ഒരു ഫോർമാറ്റിൽ ഇങ്ങനൊരു ഇക്വേഷൻ ആക്കി എനിക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റിയില്ലേ, ഇനി ഇതിനെ കമ്പയർ ചെയ്താൽ മതി. സോ വി ഗോട്ട്, നമുക്ക് എന്ത് ചെയ്ത് ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റി, കമ്പയർ ചെയ്യാൻ പറ്റി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സി ഈ ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്താൽ മതി. ഏത് ഇക്വേഷൻ, നോക്കിക്കോ. യെസ്, y is equal to mx plus c. y equal to mx plus വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സി വി ഹാവ് എ ഫാരൻഹീറ്റ് ഹിയർ, വി ഹാവ് 9/5C plus 32. കമ്പയർ ചെയ്യേ, സി നോക്കിക്കോ. സോ എഫ് സി y ആക്സിസിൽ എന്ത് വന്നു, ഫാരൻഹീറ്റ് വന്നു. സോ സ്ലോപ്പ് എന്തായിരിക്കും ഇവിടെ, സ്ലോപ്പ് വിൽ ബി 9/5. പിന്നെ ഇന്റർസെപ്റ്റ് സി എന്തായിരിക്കും, 32. കണ്ടോ, ഗ്രാഫ് കണ്ടോ. ഇനി എൻസാർട്ടിൽ കൊടുത്ത ഗ്രാഫ് നോക്ക്, എൻസാർട്ടിൽ കൊടുത്ത ഗ്രാഫ് നോക്കടാ. സി ഇന്റർസെപ്റ്റ് 32 ആൻഡ് സി സ്ലോപ്പ് വിൽ ബി 9/5. കറക്റ്റ്. സോ നമുക്ക് അങ്ങനെ ഏത് ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നാലും നമുക്ക് അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഗ്രാഫ്. സി ഇവിടെ കണ്ട ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്താൽ T-32/1 നമ്മളിവിടെ ഓൾറെഡി ചെയ്തതാണ്. C/100ഉം ഇതും അല്ലേ, അത് തന്നെയാണ് എൻസിആർടിയിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ, കറക്റ്റ് അല്ലേടാ. ഇനി നമുക്ക് കുറച്ച് എന്ത് നോക്കാം, ഐഡിയൽ ഗ്യാസ് സിനാരിയോസിലേക്ക് പോകാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് പോകാലോ. ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ ആൻഡ് അബ്സല്യൂട്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നമ്മൾ ഇതൊക്കെ ഓൾറെഡി കണ്ടതാണ്. പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആൻഡ് ഓൾസോ ജസ്റ്റ് പെട്ടെന്ന് നോക്കി പോകാം. ഓക്കെ, യെസ്. സോ the first equation we have is PV equal to constant. What is that? See, PV equal to constant. പിന്നെ V/T is a constant. നമ്മളിതൊക്കെ കണ്ടതാണ്, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ്. See, PV is equal to a constant. പിന്നെയോ വോളിയം ബൈ ടെമ്പറേച്ചർ, V/T is equal to a constant അല്ലെ. ഇതൊക്കെ നമ്മൾ കണ്ട ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു, V/T is equal to constant, ചാൾസ് ലോ അല്ലെ. PV is equal to constant നമ്മൾ എന്ത് വിളിച്ചു, ബോയിൽസ് ലോ. സോ PV is equal to constant എന്താണ്, PV is equal to constant. ഇക്വേഷൻ എന്താണെടാ, ഇക്വേഷൻ ആണ് ബോയിൽസ് ലോ. അതേപോലെ V/T equal to constant ആണ് ഏത്, ചാൾസ് ലോ. സോ ചാൾസ് ലോ, ബോയിൽസ് ലോ, കറക്റ്റ് അല്ലേ. ബോയിൽസ് ലോ എന്താണ്, PV equal to constant, V/T equal to constant ആണെങ്കിൽ അത് ചാൾസ് ലോ അല്ലേ.
കറക്റ്റ് അല്ലേടാ? യെസ്. യെസ്. സോ നമുക്കിപ്പോ രണ്ട് കാര്യങ്ങൾ കിട്ടി അല്ലേ? എന്ത്? ഓക്കെ, നമുക്ക് ആ ഗ്രാഫ് എൻസൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നോക്കണം. അതായത് നമുക്ക് ഇക്വേഷൻസിലേക്ക് കടക്കാം. we know that PV is equal to a constant അല്ലേ? നമുക്കറിയാം PV equal to constant ബോയിൽസ് ലോ. അതേപോലെ V/T is a constant from ചാൾസ് ലോ അല്ലേ? സോ PV/T should also be a constant അല്ലേ? അതായത് എന്താണ്? PV is equal to constant. V/T is also equal to constant. So obviously PV/T should be a constant. PV/T should be a constant. And this relationship, which relationship? PV/T is a constant, is known as ideal gas law. It can be written in more general form that applies not just to a given quantity of a single gas, but to any quantity of any low density gas, and is known as ideal gas equation. This is important, just low density gas arigana, that's all. So we can apply to see this ideal gas equation, that is PV/T a constant. Our constant നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു, that is PV/T is equal to mu into R, or we can say PV equal to mu RT, where mu is the number of moles in the sample of gas, and R is called universal gas constant, and R is equal to 8.31 joule mole raised to -1 Kelvin raised to -1. So what is the ideal gas equation, brothers and sisters? Ideal gas equation is C. That is very important. Ideal gas equation is, നമ്മൾ ബോയിൽസ് ലോ ചാൾസ് ലോ ഒക്കെ കണ്ടു, അത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് വന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സേസ് PV is equal to മ്യൂന് n എന്ന് കൊടുക്കാണ്, സ്മോൾ ലെറ്റർ n. PV is equal to nRT. PV equal to nRT, where P stands for pressure, and capital V stands for volume, and small n stands for number of moles present in the gas, and capital R stands for universal gas constant. എന്താണ് capital R is universal gas constant, and capital T is temperature. Capital R is universal gas constant. What is the value of universal gas constant? Is 8.31 joule mole raised to -1 Kelvin raised to -1. See, 8.31 joule mole raised to -1 and Kelvin raised to -1. Correct ആണ്. See, okay. So നമുക്ക് ജസ്റ്റ് ഈ ഗ്രാഫ് see, pressure temperature relation ഉള്ള ഗ്രാഫാണ്. See, so at constant volume നമുക്ക് ഏത് ഇക്വേഷൻ അറിയാം? നമ്മൾ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് PV equal to nRT. ഓക്കെ, ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റന്റ് വോളിയം. n കോൺസ്റ്റന്റ് ആയിരിക്കും, R കോൺസ്റ്റന്റ് വോളിയം. സോ പ്രഷർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് ദ ഗ്രാഫ്. കറക്റ്റ്. ഇനി പ്രഷർ എപ്പോഴാണ് 0 ആവുന്നത്? ടെമ്പറേച്ചർ -273.15 ആകുമ്പോഴാണ്. ദാറ്റ്സ് ഓൾ. സോ സി, റിലേഷൻ ഈസ് P directly proportional to temperature. See, we have a plot of pressure versus temperature and extrapolation of lines for low density gases indicates the same absolute temperature. Okay, എല്ലാ ഗ്യാസിനും സെയിം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. നമുക്ക് അതിലേക്ക് വരാം. Okay, so കണ്ട ഇവിടെ എൻസൈറ്റി പറഞ്ഞിട്ടുണ്ട്. സി, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. So see, we have a plot of pressure versus temperature gives a straight line. അതും എൻസൈറ്റി പറഞ്ഞിട്ടുണ്ട്. And see, ഇവിടെ നോക്കിക്കോ. However, the measurements on real gases deviate from values predicted by ideal gas low and low temperature, but the relationship is linear over a large temperature range. Okay, that is. And see, this temperature is found to be -273.15 degree Celsius and is designated as absolute zero. So what is absolute zero? Absolute zero is the foundation of the Kelvin temperature scale, or absolute scale temperature, named after British scientist Lord Kelvin.
and minus 273.15 degrees Celsius is taken as the 0 point, that is 0 Kelvin. So 0 Kelvin is equal to minus 273.15 degrees Celsius. Correct. 0 Kelvin is equal to minus 273. ഇതാണ് നമ്മളെ comparison of Kelvin. This is the comparison of Kelvin, Celsius and Fahrenheit temperature scale. So നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കണ്ട ഐസ് പോയിന്റ് is the lower fixed point. കണ്ട 0 degree Celsius 32 degree Fahrenheit, 273.15 Kelvin, 373.15 Kelvin steam point ആണ്. സ്റ്റീം പോയിന്റ് സെൽഷ്യസ് സ്കെയിലിൽ 100 degree Celsius, സ്റ്റീം പോയിന്റ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 212. അതുപോലെ അബ്സല്യൂട്ട് 0 Kelvin minus 273.15 and minus 459.69 degree Fahrenheit. കറക്റ്റ് അല്ലേ? സോ നമ്മൾ ടെമ്പറേച്ചർ പഠിച്ചു, ഹീറ്റ് എന്നാണ് ഡിസ്കസ് ചെയ്തു, നമ്മൾ എങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു കണ്ടു. വി ഡിസ്കസ്ഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കണ്ടില്ലേ? 0 Kelvin or minus 273.15 degree Celsius. കറക്റ്റ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത് കണ്ടു. ആൻഡ് സോ let's move to thermal expansion. അല്ലെ, നമുക്ക് thermal expansionലേക്ക് മൂവ് ചെയ്യാലോ? യെസ്. So the core of the chapter is actually thermal expansion only. So we have 3 types of expansion. Linear expansion, ലൈന് മാത്രം ലെങ്ത് വൈസ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? Linear expansion. The expansion in length is called linear expansion. An expansion in area is called area expansion. An expansion in volume called volume expansion. Correct allada? Correct alle? And we have a coefficient of each expansion, like coefficient of linear expansion, coefficient of volume expansion and all. So expansion കഴിഞ്ഞ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, we can discuss thermal stress. Okay, so specific heat capacity ക്ക് മുമ്പ് let's finish thermal expansion. Okay, so ആദ്യം നമുക്ക് ഏത് നോക്കാം? ലീനിയർ എക്സ്പാൻഷൻ. കറക്റ്റ് അല്ലേ? യെസ്. ആദ്യം നമ്മൾ കാണേണ്ടത് ഏതാണ്? ലീനിയർ എക്സ്പാൻഷൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ ഇത്രയേ ഉള്ളൂ. എൻസിആർടിയിൽ ഗിവൺ ആണ്. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ പറയുന്നത്? ഡെൽറ്റ എൽ is directly proportional to the original length, and also delta L is proportional to change in temperature. Correct. And alpha is the coefficient of linear expansion. Alpha is the coefficient of linear expansion. So നമുക്ക് സിംപ്ലി ഞാനിവിടെ ഡെപിക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഐ ഹാവ് എ മെറ്റൽ റോഡ്. ഓക്കെ, എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മെറ്റൽ റോഡ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ലെങ്ത് സപ്പോസ് എൽ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു ഹീറ്റ് കൊടുത്തു. സപ്പോസ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ച് ആയി ആ ഹീറ്റ് കാരണം. സോ അറ്റ് പ്രസന്റ് ആ ഒരു മെറ്റൽ റോഡിന്റെ ലെങ്ത് കൂടി. ഓക്കെ, ലെങ്ത് ഇപ്പൊ എൽ ഡാഷ് ആയി. സോ എൽ ഡാഷ് ആക്ച്വലി എൽ പ്ലസ് സം ആഡഡ് ഡെൽറ്റ എൽ. ഇതാണ് കണ്ടീഷൻ. കണ്ട, ലീനിയർലി ലെങ്ത് വൈസ് ലെങ്ത് എന്തായി? എക്സ്പാൻഡ് ആയി. ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ അല്ലേ? ലെങ്ത് വൈസ് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, സോ ഇതിന്റെ റിലേഷൻ വരുന്നത് ആ ഒരു ചേഞ്ച് ഉണ്ടായില്ലേ? എത്ര എക്സ്പാൻഡ് ആയി? ദാറ്റ് എക്സ്പാൻഷൻ ഡെൽറ്റ എൽ is actually equal to alpha L delta T. Delta L is equal to alpha L delta T. Alpha L delta T. Okay, where L is the original length, alpha is the coefficient of linear expansion. Okay, ഇത് നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്കും എങ്ങനെ അടുത്ത ഇക്വേഷനിലേക്ക് പോകുന്നത്? L dash, അതായത് L dash എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അതായത് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷമുള്ള ടോട്ടൽ ലെങ്ത്. എൽ ഡാഷ് വിൽ ബി ഈക്വൽ ടു എൽ ഇൻറ്റു, അതങ്ങനെ ഇക്വേഷനിലേക്ക് അങ്ങനെ ഡിറൈവ് ചെയ്ത് വരാം. നോക്കിക്കോ,
എൽ ഡാഷിലേക്ക് നമ്മൾ എങ്ങനെയാ വരുന്നത്? സി ഡെൽറ്റ എൽ ആക്ച്വലി എന്താണ്? എൽ ഡാഷ് മൈനസ് എൽ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി. കറക്റ്റ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? എൽ ഡാഷ് ഈക്വൽ ടു എൽ പ്ലസ് ആൽഫ എൽ ഡെൽറ്റ ടി ഓർ എൽ ഡാഷ് ഈക്വൽ ടു എൽ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇതാണ് രണ്ടാമത്തെ മെയിൻ ഇക്വേഷൻ. മൂന്നാമത്തെ മെയിൻ ഇക്വേഷൻ എന്താണ്? ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ is actually delta L divided by alpha എന്നതാണ് delta L divided by L delta T. ഓക്കെ, സോ ഈ മൂന്ന് ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡെൽറ്റ എൽ is equal to alpha L delta T and L dash is equal to L into 1 plus alpha delta T and alpha equal delta L divided by alpha L into delta T. അത്രയും കാര്യം തന്നെയാണ്. ഓക്കെ, ആ ഒരു ആൽഫ യൂണിറ്റ് വരുന്നത് സി പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ പെർ ഡിഗ്രി കെൽവിൻ. പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ വി ക്യാൻ സേ പെർ ഡിഗ്രി പെർ കെൽവിൻ. പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ പെർ കെൽവിൻ. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. അടുത്ത നമുക്ക് ബീറ്റനെ പറ്റി സംസാരിക്കാം. വാട്ട് ഈസ് ബീറ്റ? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ കണ്ടു. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഏരിയ അല്ലെങ്കിൽ സർഫസ് എക്സ്പാൻഷൻ. ഏരിയ അല്ലെങ്കിൽ എന്ത് എക്സ്പാൻഷൻ ഇടാ? ഏരിയ അല്ലെങ്കിൽ സർഫസ് എക്സ്പാൻഷൻ. ഏരിയ അല്ലെങ്കിൽ സർഫസ് എക്സ്പാൻഷൻ. സെയിം ഫോമായിട്ട് തന്നെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കി പോകാം. ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബി ഡെൽറ്റ എ ഈക്വൽ ടു എ ബീറ്റ ഡെൽറ്റ ടി. ഇവിടെ ബീറ്റയാണ് എന്ത്? ബീറ്റയാണ് എന്തടാ? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ആണെന്ത്? ബീറ്റ. correct. ഇനി എ ഡാഷ് ദാറ്റ് ഈസ് ഫൈനൽ ഏരിയ വിൽ ബി എ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ അല്ലേ? ഇതൊക്കെ നേരത്തെ കണ്ട സെയിം ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ആൻഡ് ബീറ്റ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. യൂണിറ്റ് എന്തായിരിക്കും? പെർ ഡിഗ്രി സെൽഷ്യസ്. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് വരുന്നത് പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ പെർ കെൽവിൻ. ഒരു റിലേഷൻ പഠിക്കാണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തമ്മിൽ റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ വിൽ ബി ഈക്വൽ ടു 2 into കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ബീറ്റ വിൽ ബി ഈക്വൽ ടു 2 ആൽഫ. ഓക്കെ, സോ ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സർഫസ് എക്സ്പാൻഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമുക്ക് എന്ത് പഠിക്കാം? ക്യൂബിക്കൽ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷൻ. മൂന്നാമത് പഠിക്കാനുള്ള എക്സ്പാൻഷൻ ഏതാണ്? വോളിയം എക്സ്പാൻഷൻ. മൂന്നാമത് പഠിക്കാനുള്ള എക്സ്പാൻഷൻ എന്താണ്? വോളിയം എക്സ്പാൻഷൻ. സോ വോളിയം എക്സ്പാൻഷൻ ഈസ് അഗെയിൻ വെരി സിമ്പിൾ. ഫസ്റ്റ് ഫോർമുല വിൽ ബി ഡെൽറ്റ വി ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി അല്ലേ? കറക്റ്റ് അല്ലേ? വേർ ഗാമയാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്താണ്? ഗാമയാണ്. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? വി ഡാഷ് ഫൈനൽ വോളിയം വിൽ ബി ഇനീഷ്യൽ വോളിയം ഇൻറ്റു ഗാമ ഡെൽറ്റ ടി. കറക്റ്റോ? മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നതായിരിക്കും ഗാമ ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ വിൽ ബി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. യൂണിറ്റ് വരുന്നത് പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ പെർ കെൽവിൻ അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഗാമ ഈസ് ആക്ച്വലി ഈക്വൽ ടു 3 ആൽഫ. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 3 times കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ if you want to compare coefficient of linear expansion raised coefficient of area expansion is to coefficient of volume expansion will be equal to 1:2:3. Coefficient of linear expansion is to coefficient of areal expansion is to coefficient of volume expansion will be equal to 1:2:3. That is alpha is to beta is to gamma will be equal to 1:2:3. So ഇത്രയും കാര്യങ്ങളാണ് ആൻസർ ഡിസ്കസ് ചെയ്ത്. സി കണ്ട ഇവിടെ ആൽഫ ബി ജസ്റ്റ് ആൽഫ ബി അങ്ങനെ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഗാമ സി നമ്മൾ ഡിസ്കസ് എങ്ങനെയാണ്? ആൽഫ ബീറ്റ ഗാമ. ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, യെസ്.
This is the graph versus coefficient of volume expansion of copper and as a function of temperature. Okay. Yes. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം? PV delta V equal to V. Okay. Yes. Okay. അടുത്ത നമ്മൾ പഠിക്കാനുള്ള ടേം എന്ന് പറയാമോ? Thermal stress. What is actually thermal stress? See, thermal stress is delta F by area. Y into delta L by L. നമുക്ക് delta L by L ഇങ്ങനെ എഴുതിക്കൂടെ? Yes. എന്താണ് ഇത് കണ്ടോ? സി തെർമൽ സ്ട്രെസ്സിലേക്ക് നമ്മൾ വരുമ്പോ സി നമുക്ക് യങ്സ് മോഡുലസ് ഹോക്സ് ലോ അറിയാലോ അല്ലേ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. കറക്റ്റ് അല്ലേ? നമ്മൾ ഡെൽറ്റ എൽ ബൈ എൽ ഇക്വേഷൻ പഠിച്ചല്ലോ. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? അല്ല, ഈക്വേഷൻ എടുത്തോ. ഈക്വേഷനില് ഡെൽറ്റ എൽ ബൈ എൽ എടുത്താൽ എന്താ വരിക? ആൽഫ ഡെൽറ്റ ടി. കറക്റ്റ് അല്ലേ? ആൽഫ ഡെൽറ്റ ടി. സോ ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിന് എഫ് ബൈ ഐ ഈക്വൽ ടു വൈ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. ഇത് ആക്ച്വലി എന്താണ്? സ്ട്രെസ് അല്ലേ? സോ ഈ സ്ട്രെസ്, ദാറ്റ് ഈസ് തെർമൽ സ്ട്രെസ്, ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. കറക്റ്റ്? ദാറ്റ് ഓൺലി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. So next, let's solve our first problem. Okay. Next, let's discuss about volume versus density. നമ്മൾ വോളിയം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വോളിയം കൂടാണ് സംഭവിക്കുന്നത് അല്ലേ? നോർമലി ടെമ്പറേച്ചർ ആദ്യം നമുക്ക് ടെമ്പറേച്ചറും നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടണം അല്ലെ? അതായത് എക്സ്പാൻഡ് ചെയ്യണം. ബട്ട് വാട്ടറിന് ഒരു പ്രശ്നമുണ്ട്. വാട്ടർ എക്സിബിറ്റ് an anomalous behavior because it contracts on heating between 0 and 4. അത് 0 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയിൽ വാട്ടർ ചൂടാക്കിയാൽ വെള്ളത്തിന്റെ വോളിയം കുറയാണ് ചെയ്യുക. നോർമലി ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടണം അല്ലെ? നോർമലി. ബട്ട് വാട്ടർ എക്സിബിറ്റ് an anomalous behavior. It contracts on heating between 0 degrees Celsius and 4 degrees Celsius. That is, the volume of a given amount of water decreases as it's cooled from room temperature. Correct? Until 4 degree. ഇനി 4 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കിയാലോ വോളിയം കൂടിക്കോളും. Okay. This is the graph showing anomalous behavior of water. നമുക്ക് കണ്ട 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൂടുന്നതോറും വോളിയം കൂടി. ഓക്കെ. സോ നമുക്കത് സിംപിളി പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കെന്ന് പറയാൻ പറ്റും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. ബട്ട് 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് അങ്ങോട്ടേക്ക് എന്താണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം കൂടി വരുന്നുണ്ട് അല്ലേ? വോളിയം കൂടി വരുന്നുണ്ട്. സോ നമ്മളിവിടെ എന്തെഴുതി? നമ്മൾ വോളിയം കണ്ടപ്പോ വോളിയം എക്സ്പാൻഷൻ കണ്ടപ്പോ ഇതാണ്. ദിസ് ഇസ് ദ ഇക്വേഷൻ. V dash is equal to, that is final volume equal to V into 1 plus gamma delta T അല്ലേ? സോ ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ്. നോക്കിക്കോ. സോ ഇതാണ് നമുക്ക് വോളിയം ടെമ്പറേച്ചർ റിലേഷൻ തരുന്ന ഇക്വേഷൻ അല്ലേ? സോ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് അറിയോ? ഡെൻസിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മാറുന്നത്? സോ ഫൈനൽ ഡെൻസിറ്റി D dash is equal to ഇനീഷ്യൽ ഡെൻസിറ്റി D into 1 minus gamma delta T. അതായത് ഡെൻസിറ്റി ടെമ്പറേച്ചർ കൂടുന്തോറും കുറയാണ് ചെയ്യുക. വോളിയം ടെമ്പറേച്ചർ കൂടുന്തോറും കൂടുന്നു, ഡെൻസിറ്റി ടെമ്പറേച്ചർ കൂട്ടുന്തോറും കുറയുന്നു. ഓക്കെ. Because density is actually mass by volume. Okay. സോ അനോമലസ് ബിഹേവിയർ കണ്ടു വാട്ടറിന്റെ ആ ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചു അല്ലെ? ഗ്രാഫ് നമ്മൾ പഠിച്ചില്ലേ? യെസ്. അടുത്ത നമുക്ക് അതേ ടെമ്പറേച്ചർ വേഴ്സസ് ഡെൻസിറ്റി നോക്കാം. സോ 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താ സംഭവിക്കാം? ഡെൻസിറ്റി കൂടും. നോർമലി ടെമ്പറേച്ചർ
കൂട്ടുമ്പോൾ ഡെൻസിറ്റി കുറയാണ് വേണ്ടത്. പക്ഷെ 0°C തൊട്ടിട്ട് 4°C വരെ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആയിരിക്കും. ആൻഡ് 4°C മുകളിലോട്ട് പോകുമ്പോൾ 4°C മുകളിലോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദിസ് ഇസ് ദ ഗ്രാഫ്. അതിന്റെ ഡെൻസിറ്റി കൂടി ഡെൻസിറ്റി കുറഞ്ഞു വന്നു ആസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റ് അല്ലടാ? യെസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ ഫസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾസ് ഇതിലെ സോൾവ്ഡ് ആണ്, സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, സോ ഈ 2 എക്സാമ്പിൾ ഇതിൽ സോൾവ്ഡ് ആണ്, സോ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് അവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിനു മുമ്പ് നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. അപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്ലിക്കേഷൻ ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ വരെ നമ്മൾ എത്തിയത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്ലിക്കേഷൻ ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ അപ്ലിക്കേഷൻ ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പെൻഡുലം ക്ലോക്ക്. വെരി ഇമ്പോർട്ടന്റ്. ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് പെൻഡുലം ക്ലോക്കിനെ പറ്റിയാണ്. പെൻഡുലം ക്ലോക്കിനെ പറ്റി സംഭവം സിമ്പിൾ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടൈം പീരീഡ് കൂടും. സോ ക്ലോക്ക് റൺസ് സ്ലോ. This is temperature, this is time. Clock runs slow. Okay, ടെമ്പറേച്ചർ കുറയുമ്പോൾ ടൈം പീരീഡ് കുറയും. കാരണം അതെങ്ങനെയാ കിട്ടിയത് എല്ലാവർക്കും അറിയാലോ. പെൻഡുലം ക്ലോക്കിൽ ടൈം പീരീഡ് ഇക്വേഷൻ എന്താ? 2π × L/G. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് കൂടും, സൈഡ് ഈസ് ടൈം പീരീഡ് കൂടും. ദാറ്റ് സിമ്പിൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ടൈം പീരീഡ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ ടൈം പീരീഡ് കുറയും. ടൈം പീരീഡ് കുറയുമ്പോൾ ക്ലോക്ക് റൺസ് ഫാസ്റ്റ്. ടൈം പീരീഡ് കുറയാന്ന് വെച്ചാൽ ക്ലോക്ക് റൺസ് ഫാസ്റ്റ് അല്ലേ, പെട്ടെന്ന് ടൈം പീരീഡ് കുറഞ്ഞു. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് എന്ത്? ഓക്കെ, ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ തെർമൽ സ്ട്രെസ് നമ്മൾ പറഞ്ഞല്ലോ. തെർമൽ സ്ട്രെസ് ഇസ് ആക്ച്വലി എന്തായിരുന്നു? തെർമൽ സ്ട്രെസ്സിന് നമ്മൾ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? Y∝Δt അല്ലേ? തെർമൽ സ്ട്രെസ്സിന് കിട്ടിയ ഇക്വേഷൻ Y∝Δt. ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ എടുത്തെഴുതി തരാം. തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു Y∝Δt. അപ്പൊ ആ ഒരു തെർമൽ ഫോഴ്സ് എന്തായിരിക്കും? തെർമൽ ഫോഴ്സ് ഏരിയ കൊണ്ട് ഗുണിച്ചാൽ പോരെ, YA∝Δt. So these both equations are very important. Where Y is Young's modulus of elasticity, alpha is coefficient of linear expansion, delta T is change in temperature, and area is A is area of the whatever we taken a rod, suppose. So അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. Specific heat capacity. Yes. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി? സിമ്പിൾ ആണ്. അതായത് നമ്മളൊരു സബ്സ്റ്റൻസിന് എന്ത് കൊടുത്തു? ഹീറ്റ് കൊടുത്തു. അപ്പൊ അതിൽ എത്ര ടെമ്പറേച്ചർ ആ സബ്സ്റ്റൻസിന് ഉണ്ടാവും? That is actually heat capacity. Wait. So നമ്മള് ഇതില് ആക്ച്വലി ടെമ്പറേച്ചർ കിട്ടിയ മെഷർമെന്റ് ടെമ്പറേച്ചർ കഴിഞ്ഞു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കഴിഞ്ഞു, തെർമൽ എക്സ്പാൻഷൻ. സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലാണ്. ഓക്കെ, സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് വെരി സിമ്പിൾ. വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? when a given quantity of heat is absorbed or rejected by substance. നമ്മളൊരു സബ്സ്റ്റൻസിന് ഒരു ഹീറ്റ് കൊടുത്തു. ഹീറ്റ് ഈസ് ഫോം ഓഫ് എനർജി. നമ്മൾ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് കാരണം ആ സബ്സ്റ്റൻസിൽ എത്ര ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകും, ആ ഒരു ക്യാരക്ടറൈസേഷൻ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തു. അതാണ് ആക്ച്വലി ഹീറ്റ് കപ്പാസിറ്റി. സോ ഹീറ്റ് കപ്പാസിറ്റി വിൽ ബി S denoted by S equal to delta Q by delta T. So what is heat capacity? ഹീറ്റ് കപ്പാസിറ്റി ഇസ് വെരി സിമ്പിൾ. നമ്മളൊരു സബ്സ്റ്റൻസിന് എന്ത് കൊടുത്തു? ഹീറ്റ് കൊടുത്തു. അല്ലെങ്കിൽ
ഒരു സബ്സ്റ്റൻസ് ഇത്ര അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് ഇത്ര എമൗണ്ട് ഹീറ്റ് റിജക്ട് ചെയ്തു. ആ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ടി is equal to delta Q by delta T. Easy. So specific heat capacity, വെറും heat capacity S is equal to delta Q. Q is heat by delta. Okay, easy. Where delta Q is the amount of heat supplied, where delta Q is the amount of heat supplied to the substance to change its temperature from T to T plus delta T. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഹീറ്റ് കപ്പാസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതിക്കൂടെ? എഴുതാം. സോ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാടാ? ഹീറ്റ് കപ്പാസിറ്റി S is equal to delta Q by delta T. Okay, S is equal to delta Q by delta T, where delta Q is heat supplied. അത് അബ്സോർബ് ആവാം, അത് എന്ത് ചെയ്യാം, എമിറ്റ് ചെയ്താവെന്തോ ഹീറ്റ് സപ്ലൈഡ്. ഡെൽറ്റ ടി ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡെൽറ്റ ടി ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ആണ്. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് വരാം. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ഓക്കെ, നത്തിങ്. സി നോക്കിക്കോ, observed that if equal amount of heat is added to equal masses of different substances, the resulting temperature changes will not be same. It implies that every substance has a unique value for the amount of heat absorbed or given off to change the temperature of unit mass of it by 1 unit. Okay, that quantity is called specific heat capacity. Unit mass specific heat capacity actually C delta S, small s one denote ചെയ്യാം. That is specific, that is heat capacity by M, that is 1 by M into delta Q by delta T. Okay, specific heat capacity is the property of the substance. It determines the change in temperature of the substance when a given quantity. Okay, no phase, അതായത് വാട്ടറിന് സോൾട്ട് ഐസിലേക്കോ അല്ലെങ്കിൽ വാട്ടറിന് ഗ്യാസിലേക്കോ വേപ്പറിലേക്കോ മാറാൻ പാടില്ല. നോ ഫേസ് ചേഞ്ച്, വിത്തിൻ ദ ഒരേ ഫേസ് ആയിരിക്കണം. when a given quantity of heat is absorbed or given off. Okay, it is defined as the amount of heat per unit mass absorbed or given off the substance change temperature by 1 unit. S unit എന്തായിരിക്കും? ജൂൾ കിലോഗ്രാം റൈസ് ടു -1 കെൽവിൻ റൈസ് ടു -1. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഗിവൺ എന്താണെങ്കിൽ മോൾസിലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ C, known as molar specific heat capacity, known as molar specific heat capacity, known as molar specific heat capacity. സോ ഇതുവരെ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിക്കൂടെ? എഴുതാം. ആദ്യം നമ്മൾ എന്താ പഠിച്ചു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒന്നാമത് പഠിച്ചു നമ്മള് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, യൂണിറ്റ് മാസിൽ പറയുമ്പോ അല്ലെ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, denoted by letter small s, that is equal to heat capacity, that is capital S divided by M, or we can write 1 by M into delta Q by delta T. Correct അല്ലേ? ഇനി യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ജൂൾ കെൽവിൻ റൈസ് ടു -1 കിലോഗ്രാം റൈസ് ടു -. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് എന്താ വരിക? ജൂൾ കെൽവിൻ റൈസ് ടു -1 അല്ലേ. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ശേഷം നമ്മൾ എന്താ കണ്ടു? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെ. മോളാർ, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താ പറയാ നമുക്ക്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, that is denoted by the letter capital C, molar specific heat capacity capital C, which is equal to specific heat capacity divided by number of moles, or we can say 1 by N into delta Q by delta T അല്ലേ. molar specific heat capacity യുടെ യൂണിറ്റ് എന്താ വരുന്നത്? യൂണിറ്റ് will be joule Kelvin raised to -1 mole raised to -1.
സിമ്പിൾ ആയില്ലേ? സോ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടു അല്ലേ? പിന്നെന്ത് കണ്ടു? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും കണ്ടു. വി ഹാവ് അടുത്ത രണ്ട് ഡിഫറെന്റ് ടേംസ് കൂടി പഠിക്കാനുണ്ട്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, പിന്നെയോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വാട്ട് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? മോളാർ സി എന്തായിരുന്നു? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ? സി എന്നാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? CP. അതേപോലെ മോളാർ specific heat capacity at constant volume നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം? CB. So what is CP? Molar specific heat capacity at constant pressure, and CB is molar specific heat capacity at constant volume. അല്ലെങ്കിൽ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് പഠിച്ചല്ലോ. നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് പഠിച്ചു അല്ലെ? നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു. ഇനി രണ്ട് ഫോം ഉണ്ട് അല്ലേ? ഒന്നാമത്തെ ഫോം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് എന്ത് പറയാം? അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തതോ അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്ക് എന്ത് പറയാം? അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്ന പേരാണ് CP. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ CB. ഓക്കെ, ഇനി CP-CB റിലേഷനിലേക്ക് നമ്മൾ വരണം. ഓക്കെ, ഇതൊന്നും ഫുള്ള് വായിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. അതർവൈസ് ഐ വുഡ് ഹാവ് ഡിസ്കസ്ഡ് എവരിതിങ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ഈസി അല്ലേ? യെസ്. സോ നമ്മൾ എന്തിലേക്ക് കടക്കാണ്? കാലറിമെട്രിയിലേക്ക് കടക്കാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡിസ്കസിങ് കാലറിമെട്രി. സോ ഹീറ്റ് കപ്പാസിറ്റി ക്ലിയർ അല്ലേ? ഓക്കെ, കാലറിമെട്രിയിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം ഓക്കെ, സോ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? അടുത്തത് calorimetry. Okay, so let's start discussing what calorimetry. സോ നമ്മള് കലോറിമെട്രി നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് നമ്മളൊരു ഒരു സർട്ടൻ എമൗണ്ട്, ഒരു ഡെഫിനൈറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ അല്ലെ, ആ ഒരു ബോഡിക്ക് കൊടുത്താൽ ആ ബോഡിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അതിന് ടെമ്പറേച്ചർ മാറ്റാം, അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് മാറ്റാം അല്ലേ? യെസ്. സോ കലോറിമെട്രി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഒരു കാര്യം നോക്കാണ്ട്, വാട്ട് ഈസ് 1 calorie is equal to? 1 calorie is equal to, we all know, 4.2 joule. So having said that, so കലോറിമെട്രി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. മെയിൻ ആയിട്ട് ഒന്നാമത്തത്, രണ്ട് കാര്യങ്ങളെ പോസിബിൾ ആയിട്ടുള്ളൂ. ചേഞ്ച് ടെമ്പറേച്ചർ ഓഫ് ബോഡി അല്ലെ, നമ്മൾ കൊടുത്ത ഹീറ്റിന് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? ചേഞ്ച് ടെമ്പറേച്ചർ ഓഫ് ബോഡി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ബോഡി. അതായത് വാട്ടർ എന്തായി? വേപ്പറായി അല്ലെ? ഫോർ എക്സാമ്പിൾ ഐസ് എന്തായി? വാട്ടറായി. ലൈക്ക് ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് body. So we have two possibility: change temperature of body, and second possibility is change state of body. അല്ലെ? ചേഞ്ച് ടെമ്പറേച്ചർ ഓഫ് ബോഡിയോ അല്ലെങ്കിൽ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ബോഡി. We have two possibility. Okay, സോ നമ്മൾ ഈ ചേഞ്ച് ടെമ്പറേച്ചർ ഓഫ് ബോഡി ടെമ്പറേച്ചറിൽ എത്ര ചേഞ്ച് ഉണ്ടായി അത് നമ്മൾ കാണാൻ എടുക്കുന്ന ഇക്വേഷൻ. we have a first equation, and that first equation is let me use this color. നമ്മൾ കൊടുത്ത ഹീറ്റ് ഡെൽറ്റ ക്യൂ, ഹീറ്റ് സപ്ലൈഡ് ഇസ് ഡെൽറ്റ ക്യൂ. ഹീറ്റ് സപ്ലൈഡ് ഇസ് ഡെൽറ്റ ക്യൂ, MS ഡെൽറ്റ ടി. ഇവിടെ S എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്മോൾ s ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ S ആക്ച്വലി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ ഇപ്പം ജസ്റ്റ് പഠിച്ചില്ലേ, അത് തന്നെയാണ്. ഓക്കെ, അതിന്റെ കലോറിമെട്രിയിലേക്ക് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഇത് നമുക്ക് എന്താ മനസ്സിലാവും? എത്ര ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് എക്സസൈസ് സോൾവ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MS ഡെൽറ്റ ടി. ഓക്കെ, ഈസി അല്ലേ? യെസ്. So that's just that is the first equation we got. Delta Q is equal to
ms delta T. ഓക്കെ, ഈസി. യെസ്. അടുത്തെന്താണ്? ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ബോഡി അല്ലേ? അതായത് ബോഡിയുടെ സ്റ്റേറ്റ് തന്നെ മാറാം. ബോഡിയുടെ സ്റ്റേറ്റ് തന്നെ മാറുന്ന കണ്ടീഷനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? മെൽറ്റിംഗ് ആണ്. മെൽറ്റ് ആണ്. ബോഡി മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ ബോഡി മെൽറ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് ഐസ് വാട്ടർ ആയി അല്ലേ? സോളിഡ് ലിക്വിഡ് ആയി. മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ml, where m is the mass, L is called latent heat of fusion. See, നോക്കിക്കോ, നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പഠിച്ചല്ലോ. ജസ്റ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ബോഡി ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ms delta T. ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വരുമ്പോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും പഠിക്കാനുണ്ട്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വെപ്പറൈസേഷനും പഠിക്കാനുണ്ട്. ലാറ്റന്റ് ഹീറ്റ് രണ്ട് കാര്യം പഠിക്കാൻ. ഒന്നാമത്തെ എന്താണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും പിന്നെയോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വെപ്പറൈസേഷനും. ബേസിക്കലി ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ലാറ്റന്റ് ഹീറ്റ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു m into L and delta T equal to m into LF, delta T is equal to m into LV. Okay, delta T is equal to m into LV. Yes. So Q is equal to ml. Okay, delta Q. Yes. So we can say heat required during a change of state depends upon the heat transformation and the mass of the substances undergoing a change of state. Thus, if mass m of a substance undergoes a change from one state to another, the quantity of heat required is given by Q is equal to ml, where L is Q by m. L is known as latent heat and is a characteristic of the substance. So Q will be equal to m into L. ഞാനിവിടെ ഡെൽറ്റ ടി എഴുതി, അത് തെറ്റാണ്. So Q will be equal to ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ Q ആണ് വരേണ്ടത്. Q will be equal to മെൽറ്റിംഗ് ആണെങ്കിൽ m into LF. ഇനി ബോയിലിംഗ് ആണെങ്കിൽ വരിക Q is equal to m into LV. കറക്റ്റ്. നമുക്ക് LFും LV എന്താണെന്ന് എഴുതണം? LF is nothing but latent heat of fusion. LF is latent heat of fusion and LV is latent heat എന്താണ്? സ്റ്റേറ്റ് മാറുമ്പോൾ കൊടുക്കേണ്ട ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വെപ്പറൈസേഷൻ. കറക്റ്റ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വെപ്പറൈസേഷൻ. ഓക്കെ, സോ ഇൻസൈഡ് നമ്മൾ ബ്യൂട്ടിഫുള്ളി കൊടുത്തിട്ടുണ്ട്. വാട്ടറിന് ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. യെസ്, നോക്കി കണ്ട, ഇവിടെ നോക്ക്, ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് കണ്ട. ഇപ്പൊ നോക്ക്, ഇപ്പം ഇവിടെ ഈ സ്റ്റേറ്റില് ഐസിലാണ്, സോളിഡ് ഫേസ് ആണുള്ളത്. സോ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്തോറും ഹീറ്റ് കൊടുക്കുന്തോറും ടെമ്പറേച്ചർ കൂടി വരും. ഏത് ഇക്വേഷൻ വിളിക്കുന്നത്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ms delta T അല്ലേ? അങ്ങനെ കൂടി വന്ന് മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ കൂടുതൽ കടക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഫേസ് എന്ന് ലിക്വിഡ് ഫേസിലേക്ക് മാറും. മാറത്തില്ലേ? മാറും. അവിടെ നമുക്ക് ഇക്വേഷൻ Q is equal to m into L. ആ ഒരു ലിക്വിഡ് ഫേസിലേക്ക് മാറാൻ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റാണ് ഇത്. 3.33 10⁵ അല്ലെങ്കിൽ 80 കിലോ കാലറി പെർ കിലോഗ്രാം. പിന്നെ ലിക്വിഡ് ഫേസിൽ ഇങ്ങനെ കണ്ടിന്യൂ. പിന്നെ ഇത് എന്ത് ചെയ്യും? ഗ്യാസ് ഫേസിലേക്ക് മാറാണ്. കണ്ട, ഇത്രയും 540 കിലോ കാലറി പെർ kg കൊടുക്കണം. കറക്റ്റ്. യെസ്, അത്രയും. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഫോർ വാട്ടർ കണ്ടുപിടിച്ചു. ഫോർ വാട്ടർ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ ഈസ് 3.33 10⁵. നമുക്ക് കിലോ കാലറിയിൽ പഠിക്കാം. സോ കിലോ കാലറിയിൽ പഠിച്ചാല് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നത് ഫോർ വാട്ടർ ആണ്. ഫോർ വാട്ടർ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എഴുതാം. എത്ര? 80 കിലോ കാലറി പെർ kg. ഇത് 1 kg ഐസ് ആ ഒരു വെള്ളമാണെങ്കിൽ എത്ര കിലോ കാലറി കൊടുക്കണം? നമ്മൾ 80 കിലോ കാലറി ഹീറ്റ് കൊടുക്കണം. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറൈസേഷനോ
Latent heat of evaporation LV വരുന്നത് എന്താണ്? For water 540 kilocalorie per kg. I have a quick question here. See, നമുക്ക് just a question ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ എന്ത് ചെയ്യും? 0.15 kg of ice at 0 degree Celsius is mixed with 0.30 kg of water at 50 degree Celsius in a container. So നമുക്ക് see എന്താ ചെയ്തത്? വി ഹാവ് എ കണ്ടെയ്നർ. നമ്മളെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. അതില് 0.15 kg ഐസ് ഉണ്ട്. ഓക്കെ, ഐസ് എന്ന് പറഞ്ഞാൽ ഐസ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുക 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഇനി അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു 0.30 kg ഓഫ് വാട്ടർ ആഡ് ചെയ്തു 0.3 kg. വാട്ടർ ഉള്ളത് 50 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ഒബ്വിയസ്ലി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ലേ? നടക്കും, കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സോ ചോദ്യം റിസൾട്ടിങ് ടെമ്പറേച്ചർ ഗീവൺ ആണ് എത്ര? റിസൾട്ടിങ് ടെമ്പറേച്ചർ ക്വസ്റ്റനിൽ ഗീവൺ ആണ് 6.7. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആൻഡ് എന്താണ് ഗീവൺ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഗീവൺ ആണ് 4186 ജൂൾ കിലോഗ്രാം റൈസ് ടു -1 കെൽവിൻ റൈസ് ടു -1. സി, സോ ഒബ്വിയസ്ലി ആർക്കാണ് ടെമ്പറേച്ചർ കൂടുതലുള്ളത്? വാട്ടറിന്. അപ്പൊ അതിന് ടെമ്പറേച്ചർ എന്താ ചെയ്യുക? കുറയും. സോ ടെമ്പറേച്ചർ വാട്ടറിന്റെ കുറയും. ദാറ്റ് ഈസ്, സോ വി ക്യാൻ സി ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ വിൽ ബി ഈക്വൽ ടു MSW അല്ലേ? ഇതായിരിക്കത്തില്ലേ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ലേ? സോ 0.3 kg ആണ് എന്ത്? വാട്ടറിന്റെ മാസ്. ഇതാണ് വാട്ടറിന്റെ എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതാണ് ഫസ്റ്റ് ടെമ്പറേച്ചർ. ഇതാണ് ഈ ടെമ്പറേച്ചറിലേക്കാണ് ലാസ്റ്റ് വന്നത്. സോ ഇത്രയും ജൂൾ ഹീറ്റ് ആര് റിലീസ് ചെയ്തു? വാട്ടർ റിലീസ് ചെയ്തു. സോ ഈ ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് ഐസ് വി ക്യാൻ ജസ്റ്റ് M2LF. കറക്റ്റ് അല്ലേ? വാട്ടർ ടു ഫൈനൽ ടെമ്പറേച്ചർ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടും. സോ ഞാൻ ഇവിടെ എന്താണ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സിമ്പിൾ ആണ്. ഹീറ്റ് ലോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ്. യെസ്. So thank you everyone.